ഹായ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫസ്റ്റ് മേജർ പേപ്പർ പ്രോസിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ്. ഫസ്റ്റ് യൂണിറ്റിൽ 3 എസ്സേസ് ആണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഓഫ് ഗ്രേറ്റ് പ്ലേസ്, ഫ്രാൻസിസ് ബേക്കന്റെ ഓഫ് ഗ്രേറ്റ് പ്ലേസ് എന്ന് പറഞ്ഞ എസ്സേ, ആൻഡ് ആഡിസന്റെ സെറോജോ അറ്റ് ദ തിയേറ്റർ എന്ന് പറഞ്ഞ ഒരു എസ്സേ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് റിച്ചാർഡ് സ്റ്റീലിന്റെ ദ ട്രംപറ്റ് ക്ലബ് എന്ന് പറഞ്ഞ ഒരു എസ്സേ. ഈ 3 എസ്സേസ് ആണ് ഫസ്റ്റ് യൂണിറ്റിൽ പ്രോസിലെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് ഈ 3 എസ്സേസ് ഇൻ ഡീറ്റെയിൽ നമുക്ക് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഫ്രാൻസിസ് ബേക്കന്റെ ഓഫ് ഗ്രേറ്റ് പ്ലേസ് എന്ന് പറഞ്ഞ എസ്സേ നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ അതിന് മുന്നേ നമുക്ക് അബൌട്ട് ദ ഓഥർ ഫ്രാൻസിസ് ബേക്കൺ. So Francis Bacon was an English lawyer, statesman, essayist, historian, intellectual, reformer, philosopher and champion of modern science. So Francis Bacon എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹം ഒരു ഇംഗ്ലീഷ് ലോയർ ആയിരുന്നു, ഒരു സ്റ്റേറ്റ്സ്മാൻ, ഒരു പൊളിറ്റീഷ്യൻ എന്ന് പറയാം, ഒരു സ്റ്റേറ്റ്സ്മാൻ ആയിരുന്നു, essayist, he was a historian and an intellectual reformer. He was a philosopher also and champion of modern science. അദ്ദേഹം സയൻസിലോട്ട് കുറെ അധികം കോൺട്രിബ്യൂഷൻസ് ചെയ്തിട്ടുണ്ട്. And he is known as a champion of modern science. And Bacon has been called the creator of empiricism. Empiricismത്തിന്റെ creator എന്നാണ് ബേക്കൺ അറിയപ്പെട്ടിരുന്നത്. His works established and popularized inductive methodologies for scientific inquiry, often called the Baconian method or simply the scientific method. അദ്ദേഹം കണ്ടുപിടിച്ച അദ്ദേഹം ഡെവലപ്പ് ചെയ്ത ഒരു മെത്തേഡ് the Baconian method or the scientific method, or simply we can say it as the scientific method. അദ്ദേഹത്തിന്റെ വർക്ക്സ് എല്ലാം ഒരു ഇൻഡക്റ്റീവ് മെത്തഡോളജി, സയന്റിഫിക് എൻക്വയറിക്ക്, സയന്റിഫിക് സ്റ്റഡിക്ക് ഒരു ഇൻഡക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തഡോളജി ആണ് വർക്ക് ആവുക എന്നുള്ളത് പ്രൂവ് ചെയ്ത ഒരു വ്യക്തിയാണ് സർ ഫ്രാൻസിസ് ബേക്കൺ. സോ അദ്ദേഹത്തിന്റെ ഈ മെത്തേഡിനെ കോമൺലി പറയുന്ന പേരാണ് സയന്റിഫിക് മെത്തേഡ് or the Baconian method. And he wrote many scientific, philosophical and literary pieces. So this is all about Bacon. Normal ആയിട്ട് ബേക്കനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ നോർമൽ ആയിട്ട് 2 സെന്റൻസ് 3 സെന്റൻസ് എഴുതി മതി, അതിന്റെ ബയോഗ്രഫി ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ഇതാണ് ബേക്കനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ആൻഡ് ഇൻ ടു ദി എസ്സേ. So ഓഫ് ഗ്രേറ്റ് പ്ലേസ് എന്ന് പറഞ്ഞ എസ്സേ മെയിൻ ആയിട്ട് എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ, നമ്മുടെ സൊസൈറ്റിയിലെ ഹൈ പ്ലേസിൽ അല്ലെങ്കിൽ ഒരു നോർമൽ റാങ്കിൽ ഇരിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ക്യാരക്ടേഴ്സ് എങ്ങനെയായിരിക്കും, ആ വ്യക്തി എന്തൊക്കെയാണ് ചെയ്യുന്നത്, ആ വ്യക്തി എന്തിലൊക്കെ കൂടെ കടന്നു പോകും, ആ ഒരു ഹ്യൂമൻ നേച്ചറിനെ പറ്റി, അങ്ങനെ ഒരു ഹൈ റാങ്കിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു ഹ്യൂമൻ നേച്ചർ, അദ്ദേഹത്തിന്റെ ഇൻസ്റ്റിങ്സ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സിറ്റുവേഷൻസ്, അതിനെ പറ്റി എല്ലാം പറഞ്ഞ് അതിനെല്ലാം ഡിസ്ക്രൈബ് ചെയ്ത ഒരു എസ്സേ ആണ് ഓഫ് ഗ്രേറ്റ് പ്ലേസ് എന്ന് പറഞ്ഞ എസ്സേ. So we can look into the essay. So Bacon opens the essay by arguing that men at the great place, the authoritative place, is a servant of 3 things: the servant of the state, the servant of fame or popularity, and the servant of business. Hence, such people don't have any sort of freedom at all. So Bacon എന്താണ് പറഞ്ഞു തുടങ്ങുന്നത് എന്ന് വെച്ചാൽ, ഈ സൊസൈറ്റിയിലെ ഹൈ റാങ്കിൽ ഇരിക്കുന്ന ഒരു വ്യക്തി, അതോറിറ്റേറ്റീവ് പ്ലേസിൽ ഹൈ റാങ്ക് ഓർ അതോറിറ്റേറ്റീവ് പ്ലേസ് ഇരിക്കുന്ന ഒരു വ്യക്തി 3 കാര്യങ്ങൾക്ക് അടിമയാണ്, അല്ലെങ്കിൽ 3 കാര്യങ്ങളുടെ സേവകനാണ് എന്നാണ് പറയുന്നത്. ഫസ്റ്റ്, ഹീസ് എ സെർവന്റ് ഓഫ് ദ സ്റ്റേറ്റ്. രാജ്യത്തിനെ സേവിക്കുന്ന അല്ലെങ്കിൽ നാടിനെ സേവിക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നാടിന്റെ വേലക്കാരനാണ് എന്നാണ് പറയുന്നത്. ഒരു അതോറിറ്റേറ്റീവ് പ്ലേസിൽ അല്ലെങ്കിൽ ഒരു ഗ്രേറ്റ് പ്ലേസിൽ ഇരിക്കുന്ന ഒരു വ്യക്തി നാടിന്റെ വേലക്കാരനാണ്. അതേപോലെ തന്നെ ഫെയിം അല്ലെങ്കിൽ പോപ്പുലാരിറ്റിയുടെ സെർവന്റ് ആണ് അദ്ദേഹം. ആൻഡ് അതേപോലെ തന്നെ ബിസിനസ്സിനും അദ്ദേഹം അടിമയാണ്. ബിസിനസ്സിന്റെയും ഒരു സെർവന്റ് ആയിട്ടാണ് ഈ ഒരു അതോറിറ്റേറ്റീവ് പ്ലേസിൽ ഇരിക്കുന്ന ഒരു വ്യക്തിനെ ബേക്കൺ പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇവര് സ്റ്റേറ്റിന്റെ സെർവന്റ് ആണ്, ഫെയിമിന്റെ സെർവന്റ് ആണ്, അതേപോലെ തന്നെ ബിസിനസ്സിന്റെയും സെർവന്റ് ആണ് ഇങ്ങനത്തെ വ്യക്തികൾ. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു തരത്തിലുള്ള ഫ്രീഡവും അനുഭവിക്കാൻ പറ്റില്ല എന്നാണ് ബേക്കൺ പറയുന്നത്. They don't have a liberty to something for themselves, nor they can act freely, even they can't spend their time with their own choice.
സോ ബേക്കൺ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഫ്രീഡം ഇല്ല, ഒന്നിനും ഉള്ള ഒരു ലിബർട്ടി, ഒരു അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സമയമില്ല, അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഫ്രീഡം ഇല്ല, അവർക്ക് ഫ്രീ ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആൻഡ് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സമയം ചൂസ് ചെയ്ത് അവർക്ക് അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾ നോക്കി നടത്താനുള്ള സമയം ഉണ്ടാവില്ല എന്നാണ് ബേക്കൺ പറയുന്നത്. ബേക്കൺ says that it is a strange desire for a man to attain some power by losing his liberty. So അത് ഇങ്ങനത്തെ വ്യക്തികളുടെ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു നമുക്ക് ആർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ആഗ്രഹമാണ് എന്നാണ് പറയുന്നത്. അതെന്താണ്, സ്വന്തം ഫ്രീഡം നഷ്ടപ്പെടുത്തിക്കൊണ്ട് എന്തെങ്കിലും ഒരു അധികാരം കൈയെടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഭയങ്കര വിയേർഡ് ആയിട്ടുള്ള, ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു ആഗ്രഹമാണ് എന്നാണ് ബേക്കൺ പറയുന്നത്. ബേക്കൺ argues that man, in order to attain power over another man, loses power over himself. He is a puppet in the hands of authority. അതായത് ബേക്കൺ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഒരു വ്യക്തി വേറൊരു വ്യക്തിയുടെ മേലെ അധികാരം വെക്കാൻ, അധികാരം അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ തന്റെ കയ്യിലുള്ള തന്റെ മേലുള്ള അധികാരം തന്നെ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് അവൻ വേറൊരു വ്യക്തിയുടെ മേലെ അധികാരം സ്ഥാപിച്ചെടുക്കുന്നത് എന്നാണ് പറയുന്നത്. അവൻ ആ ഒരു അതോറിറ്റി, ആ ഒരു അതോറിറ്റേറ്റീവ് പ്ലേസിന്റെ എന്താണ് ഒരു കളിപ്പാവയായിട്ട് മാറാണ് എന്നാണ് ബേക്കൺ പറയുന്നത്. Okay, Bacon, being realistic with an exceptional vision to see things, argues about how man reached a high position in politics. He says that if a man wants to reach a great place, he has to do certain things that are not morally right. It is through indignities that man come to dignities. അതായത് ബേക്കൺ എല്ലാം ഒരു എക്സെപ്ഷണൽ വ്യൂ വെച്ച്, ഒരു റിയലിസ്റ്റിക് ആയ ഒരു എക്സെപ്ഷണൽ വ്യൂ, എല്ലാത്തിനും ഒരു ഡിഫറെന്റ് തരത്തില് കണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. സോ അതുകൊണ്ട് തന്നെ ബേക്കൺ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഹൗ മാൻ റീച്ച് ഹൈ പൊസിഷൻ ഇൻ പൊളിറ്റിക്സ്. ഈ പൊളിറ്റിക്സ് എല്ലാം നോക്കുമ്പോൾ ഓരോ വ്യക്തികൾ ആ ഒരു ഹൈ പൊസിഷനിലേക്ക് എത്തുന്നതിന് അദ്ദേഹം ആ ഒരു മെത്തേഡിനെ അദ്ദേഹം വളരെ നന്നായിട്ട് തന്നെ വിമർശിച്ചിട്ടുണ്ട് ഈ എസ്സേയിൽ. ആൻഡ് ഹി സേസ് ദാറ്റ് if a man wants to reach a great place, he has to do certain things that are not morally right. ഒരു പെർട്ടിക്കുലർ ഒരു പ്ലേസിലേക്ക് എത്തണം, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ അധികാരത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ മോറലി നമുക്ക് നമ്മുടെ ഓൺ ആയിട്ട് നമ്മൾ മോറലി ചിന്തിക്കുമ്പോൾ ശരിയല്ലാത്ത കാര്യങ്ങൾ പലതും ചെയ്യേണ്ടി വരും. ഇങ്ങനെ ഒരു ഗ്രേറ്റ് പ്ലേസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ശരിയല്ലാത്ത പല കാര്യങ്ങളും ചെയ്തിട്ടാണ് ഇവര് ആ ഒരു ഗ്രേറ്റ് പ്ലേസിലേക്ക് എത്തുന്നത് എന്നാണ് ബേക്കൺ പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ത്രൂ ഇൻഡിഗ്നിറ്റീസ് ദാറ്റ് മാൻ കം ടു ഡിഗ്നിറ്റീസ്. സോ വളരെയധികം ഇൻഡിഗ്നിറ്റീസ് കടന്ന് വേണം ആ ഒരു ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് എത്താൻ. പല മോറലി റൈറ്റ് അല്ലാത്ത കാര്യങ്ങളും ചെയ്യേണ്ടി വരും, പല ഇൻഡിഗ്നിറ്റീസ് കടന്ന് വേണം ആ ഒരു ഡിഗ്നിഫൈഡ് പൊസിഷനിലേക്ക് എത്താൻ എന്നാണ് ബേക്കൺ പറയുന്നത്. And one has to corrupt himself and should compromise over certain things to make oneself a great man. But this position is not permanent, resulting in a downfall. So, Bacon പറയുന്നത് എന്താണെന്ന് വെച്ചാൽ one has to corrupt himself. Corrupt himself എന്ന് പറയുമ്പോൾ ഭയങ്കര അഴിമതി ചെയ്യേണ്ടി വരും. അഴിമതി അതിന്റെ കൂടെ തന്നെ സ്വയം അഴിമതിക്ക് ഇരയാവേണ്ടി വരും എന്നാണ് പറയുന്നത്. സ്വയം നമ്മുടെ മനസ്സിന് തൃപ്തിയില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നതും അതെല്ലാം ഈ ഒരു പൊസിഷനിലേക്ക് എത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പക്ഷെ എന്നാലും ആ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് അത് പെർമനന്റ് പൊസിഷൻ അല്ല. ആ ഒരു പൊളിറ്റിക്സിൽ ആ ഒരു അതോറിറ്റേറ്റീവ് പ്ലേസ്, ആ ഒരു പവറുള്ള ആ പ്ലേസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് എ പെർമനന്റ് പ്ലേസ്. അത് എന്തായാലും ഒരു ഡൗൺഫോളില് ഒരു വീഴ്ചയിൽ തന്നെയാണ് ചെന്ന് അവസാനിക്കുള്ളൂ എന്നാണ് ബേക്കൺ പറയുന്നത്. And Bacon quotes a Latin proverb and means that whenever a man realizes that he is no more the man he used to be, his motivation to live depressing and his brawl to persist ensues. അതായത് ഒരു ലാറ്റിൻ പ്രോവർബ് കോട്ട് ചെയ്തുകൊണ്ട് ബേക്കൺ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു വ്യക്തി എപ്പോഴാണോ ഞാൻ താനല്ല എന്ന് റിയലൈസ് ആവുന്നത്, അതായത് ഞാൻ ഇതുവരെ ഉണ്ടായിരുന്ന ആ വ്യക്തിയല്ല ഞാൻ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി എന്ന് ആ ഒരു വ്യക്തിക്ക് എപ്പോഴാണോ റിയലൈസ് ആവുന്നത്, അപ്പോ his motivation to live depressing and his brawl to persist ensues.
സോ ആ ഒരു മോട്ടിവേഷൻ, ആ ഒരു ലൈഫ് ലീവ് ചെയ്യാൻ ജീവിക്കാനുണ്ടായിരുന്ന ആ ഒരു മോട്ടിവേഷൻ ആൻഡ് ആ ഒരു നിലനിൽക്കാനുള്ള ആ ഒരു ആഗ്രഹം അതെല്ലാം ഇല്ലാതെയാവാണ് ചെയ്യുന്നത് എന്നാണ്. അതിനുശേഷം ഒരു ഡിപ്രസിംഗ് സ്റ്റേറ്റിലോട്ട് ആണ് ആ വ്യക്തി ചെന്ന് അവസാനിക്കുക എന്നാണ് ബേക്കൺ പറയുന്നത്. And moreover, Bacon comments on the man's nature that no matter how great a man becomes, he seeks others' opinion to become happy. അതായത് ബേക്കൺ കമന്റ് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ, അതായത് ഈ ഒരു ഹ്യൂമൻ നേച്ചർ, ഈ ഒരു ഹ്യൂമൻ ഇൻസ്റ്റിങ് അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ നേച്ചറിനെയാണ് ബേക്കൺ കളിയാക്കുന്നത് അല്ലെങ്കിൽ കമന്റ് ചെയ്ത് പറയുന്നത്. That no matter how great a man becomes, he seeks others' opinion to become happy. അതായത് നമ്മള് എത്രത്തോളം വലിയൊരു മനുഷ്യനായാലും അല്ലെങ്കിൽ ഏതൊരു ഗ്രേറ്റ് പ്ലേസിലുള്ള ഒരു വ്യക്തി ആയാലും ബാക്കിയുള്ളവരുടെ അഭിപ്രായം അന്വേഷിച്ച് മാത്രമേ അദ്ദേഹം ഹാപ്പി ആയിരിക്കുള്ളൂ. അതായത് നമ്മൾ ഏതൊരു കാര്യത്തിനും വേറൊരു വ്യക്തിയുടെ അഭിപ്രായം നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. സോ അങ്ങനെ ആ ഒരു അഭിപ്രായം അന്വേഷിക്കുകയും ആ അഭിപ്രായത്തിലൂടെ മാത്രമാണ് താൻ സ്വയം ഹാപ്പിനെസ് കണ്ടെത്താൻ ശ്രമിക്കുന്നുള്ളൂ എന്നാണ് ബേക്കൺ പറയുന്നത്. They can't judge themselves. However, they think themselves as what others think of them, just to be on the top of hot list. അതായത് ആ സൊസൈറ്റിയിലെ മെയിൻ പോയിന്റിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ബാക്കി ആൾക്കാർക്ക് എന്തൊക്കെ പറയാൻ പറ്റുമോ അതെല്ലാം പറയട്ടെ എന്നുള്ള ഒരു ലെവലില് സ്വയം ജഡ്ജ് ചെയ്യാനുള്ള കഴിവ് ഇങ്ങനത്തെ വ്യക്തികൾക്ക് ഇല്ല എന്നാണ് ബേക്കൺ പറയുന്നത്. സോ നമ്മള് ബാക്കിയുള്ളവർക്ക് ഒരു ടോപ്പിക്കായി നിൽക്കുകയാണ് ചെയ്യുന്നത്. സോ അവരെന്താണോ പറയുന്നത് അവരുടെ ഒപ്പീനിയൻ അനുസരിച്ച് മാത്രമാണ് സ്വയം അവര് സന്തോഷം കണ്ടെത്തുന്നത്. സോ ആ ഒരു സൊസൈറ്റിയിലെ ഒരു ഹോട്ട് ടോപ്പിക്കായ ഹോട്ട് ലിസ്റ്റിലെ ആ ടോപ്പ് പൊസിഷനിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഇവർ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം ചെയ്യുന്നുണ്ട് എന്നാണ് ബേക്കൺ പറയുന്നത്. ആൻഡ് ബേക്കൺ റൈറ്റ്സ് ദാറ്റ് the great people are never willing to find faults in themselves. അവരുടെ തന്നെ faults, അവരുടെ തന്നെ കുറ്റവും കുറവുകളും കണ്ടുപിടിക്കാനോ അതിനെ ശരിയാക്കാനോ ഉള്ള വഴികൾ ആരും ഇങ്ങനത്തെ great people ആരും നോക്കുന്നില്ല എന്നാണ് ബേക്കൺ പറയുന്നത്. It is impossible for a man with money and power to see his faults. However, when it comes to grieving, they always try to cure it with money as soon as possible. അതെന്ന് പറയുന്നത് ബേക്കൺ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഇങ്ങനെ ഗ്രേറ്റ് പ്ലേസിലുള്ള അല്ലെങ്കിൽ ഒരു അതോറിറ്റേറ്റീവ് പ്ലേസിലുള്ള വ്യക്തികൾ അവരവരുടെ സ്വയമുള്ള കുറ്റവും കുറവുകളും കണ്ടുപിടിക്കാൻ അവർ ശ്രമിക്കുന്നില്ല. അതേപോലെ തന്നെ അതിനെ എന്താണ് മാറ്റാനുള്ള വഴികൾ അതൊന്നും അവർ നോക്കാൻ അത് ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ ഇവര് ഈ ഫാൾസ് ഒന്നും കണ്ടില്ല എന്ന് തന്നെ നടിക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ തന്നെ അവരുടെ കയ്യിലുള്ള പൈസ വെച്ചിട്ട് അതെല്ലാം മാറ്റി ആ ഫാൾസ് എല്ലാം മാറ്റി എല്ലാം നല്ലതാക്കി തീർക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. അല്ലാതെ ഒരു നല്ല വഴിയിൽ കൂടെ ആ ഫാൾസ് എങ്ങനെ തിരുത്താം എന്നുള്ളൊരു കോൺസെപ്റ്റ് അവർ ചിന്തിക്കുന്നില്ല എന്നാണ് ബേക്കൺ പറയുന്നത്. And moreover, he says that the great men being busy with their affairs and business are strangers to themselves. They don't have enough time to think about themselves, do not take care of their health. The only thing they care about is money and power until they have lost their health and then realizes that they too are humans. So അതേപോലെ തന്നെ ബേക്കൺ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ അതോറിറ്റേറ്റീവ് പ്ലേസിൽ ഇരിക്കുന്ന ഈ ഗ്രേറ്റ് മെൻ എന്ന് വിശേഷിപ്പിക്കുന്ന ആ വ്യക്തികൾ അവര് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ അഫയേഴ്സ്, അവരുടെ കാര്യങ്ങളും അവരുടെ ബിസിനസ്സിലും എല്ലാം ബിസി ആയിക്കൊണ്ട് തന്നെ പോവാണ്. സോ അങ്ങനെ അവരുടെ ആ ഒരു ബിസിനസ്, ആ ഒരു അവരുടെ പൊളിറ്റിക്സ്, ആ ഒരു ബിസിനസ് അതെല്ലാം മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് പോകുമ്പോൾ അവർക്ക് തന്നെ സ്ട്രേഞ്ചേഴ്സ് ആയി തോന്നുകയാണ് ചെയ്യുന്നത്. കാരണം അവർക്ക് സ്വയമായിട്ടുള്ള ഒരു സ്പേസ് ഇല്ല, അല്ലെങ്കിൽ സ്വയമായിട്ട് അവരുടെ ഓൺ ടൈം, മൈസെൽഫ് എന്ന് പറഞ്ഞ ആ ഒരു ടൈം അവർക്ക് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനെ ആവുമ്പോൾ അവർക്ക് തന്നെ സ്ട്രേഞ്ചേഴ്സ് ആയിട്ടാണ് പിന്നീട് മനസ്സിലാവുന്നത്. അവർക്ക് അവരെ പറ്റി ചിന്തിക്കാൻ സമയമില്ല, അവരുടെ ഹെൽത്തിനെ പറ്റി ആലോചിക്കാൻ സമയമില്ല, അവരുടെ ഹെൽത്ത് ശ്രദ്ധിക്കാനുള്ള സമയമില്ല. അവരുടെ അഫയേഴ്സ് അല്ലെങ്കിൽ ബിസിനസ് അല്ലെങ്കിൽ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ ആ ഒരു കോൺസെപ്റ്റ് മാത്രമാണ് അവർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അവർക്ക് തന്നെ അവസാനം ഒരു സ്ട്രേഞ്ചേഴ്സ് ആയിട്ടാണ് മാറുന്നത്. അവര് മെയിൻ ആയിട്ട് ചിന്തിക്കുന്ന കാര്യങ്ങൾ മണി, പവർ, ഇതെല്ലാം മാത്രമാണ് അവര് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അവസാനം എന്താണ് ഉണ്ടാകുന്നത് വെച്ചാൽ അവരുടെ അവർക്ക് അവരുടെ ഹെൽത്ത് നഷ്ടപ്പെടുമ്പോൾ മാത്രമാണ് അവസാനമാണ് എല്ലാം നഷ്ടപ്പെട്ട് എല്ലാത്തിനും അവസാനമാണ് അവര്
അവരും ഹ്യൂമൻസ് ആയിരുന്നു, അവരും മനുഷ്യന്മാര് തന്നെ ആയിരുന്നു എന്നുള്ളത് ആ ഒരു റിയലൈസേഷൻ വരുന്നത് എല്ലാത്തിനും അവസാനമാണ് എന്നാണ് ബേക്കൺ പറയുന്നത്. And Bacon at this point acts as a philosopher and writes that a man in power and authoritative place has the opportunity to do both good and evil. Though evil is the curse, however, to do good things is more aspiring and will satisfy the conscience of a man. So, ബേക്കൺ പറയുന്ന ഒരു ഫിലോസഫറിനെ പോലെ ബേക്കൺ അവസാനം പറയാണ്. ആൻഡ് ഈ പവറിലും അതോറിറ്റേറ്റീവ് പ്ലേസിലുള്ള വ്യക്തികൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ അവർക്ക് നല്ലത് ചെയ്യാനും തിന്മ ചെയ്യാനുമുള്ള അവസരങ്ങൾ, രണ്ടും ചെയ്യാനുള്ള അവസരങ്ങൾ ഇവർക്ക് വരുന്നുണ്ട്. സോ തിന്മ ചെയ്യാന്ന് പറയുന്നത് അവർക്ക് ഒരു ശാപമാണ്, പക്ഷെ എന്നാലും അവർ അത് മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നല്ല കാര്യങ്ങൾ ചെയ്യാന്ന് പറയുന്നത് ബാക്കിയുള്ളവർക്കും കൂടി നല്ലത് വരിക എന്ന് പറയുന്നത് ഏറ്റവും പുണ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഇത് അവര് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. അവര് ഈ തിന്മ മാത്രം ചെയ്ത ശാപം മാത്രം ഏറ്റു വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ബേക്കൺ പറയുന്നത്. So as a philosopher he thinks like that. And Bacon argues about the good thoughts and good dreams and says that good thoughts are better as they can easily be shaped into practical form. Furthermore, a man, in order to take reward from God, should do some good actions. So, Bacon, as a philosopher, he's saying that good thoughts, good dreams, എല്ലാം ഇവർക്കും ഉണ്ടാവുന്നുണ്ട്. പക്ഷെ എന്നാലും good thoughts, he says that good thoughts are better as they can easily be shaped into practical form. ആ ഒരു good thoughts, ആ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അത് വേറെ എല്ലാത്തിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. കാരണം ഈ ഗുഡ് തോട്ട്സിനെ നമുക്ക് ഒരു പ്രാക്ടിക്കൽ ഫോമിലോട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. അതിൽ കൂടെ സൊസൈറ്റിയിലേക്ക് കുറെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നാണ് ബേക്കൺ പറയുന്നത്. ആൻഡ് അതേപോലെ തന്നെ ദൈവത്തിന്റെ അടുത്ത് നിന്ന് ഒരു നല്ല ഒരു അപ്രിസിയേഷൻ അല്ലെങ്കിൽ ഒരു റിവാർഡ് കിട്ടണം, മീൻസ് നമുക്ക് നല്ലത് ഉണ്ടാവണം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഗുഡ് ആക്ഷൻസ് തന്നെ ഫോളോ ചെയ്യണം. നമ്മുടെ ഈ ഗുഡ് തോട്ട്സ് ഫോളോ ചെയ്ത് അതൊരു പ്രാക്ടിക്കൽ ഫോമിലോട്ട് ഷേപ്പ് ചെയ്ത് മൗൾഡ് ചെയ്തെടുത്ത് ആ ഒരു ഗുഡ് ആക്ഷൻസ് ചെയ്യുന്നതാണ് ഒരു വ്യക്തിക്ക് നല്ലത് എന്നാണ് ബേക്കൺ പറയുന്നത്. And Bacon suggests that one should not only analyze his actions but should also analyze the actions of other people in his surroundings as well. നമ്മൾ ഈ അതോറിറ്റേറ്റീവ് പ്ലേസിലുള്ള ആൾക്കാരെ മാറ്റി നിർത്തിക്കൊണ്ട് കോമൺ ആൾക്കാർക്ക് കൂടെ ഹെൽപ്ഫുൾ ആവുന്ന തരത്തിലാണ് ബേക്കൺ ഈ എസ്സേ അവസാനിപ്പിക്കുന്നത്. സോ അദ്ദേഹം എന്താണ് പറയുന്നത് വെച്ചാൽ എല്ലാ വ്യക്തികളും അവരുടെ തന്നെ ആക്ഷൻസിനെ ഒന്ന് അനലൈസ് ചെയ്തതിനു ശേഷം അവരുടെ ചുറ്റുമുള്ള ആൾക്കാരുടെ ആക്ഷൻസ് കൂടെ ഒന്ന് അനലൈസ് ചെയ്യാനുള്ള ടൈം കണ്ടുപിടിക്കണം എന്നാണ് പറയുന്നത്. One should take examples from his surroundings in order to know what is good and what is bad. A man, by seeing the best in others, should strictly judge himself. By comparing himself to others, he must find out his shortcomings. Likewise, he must also analyze the examples of those who carry evil with them. By this, he will be able to know what to avoid. Moreover, a man should consult his past experiences to learn good things from them to seek a better future. So, ബേക്കൺ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു വ്യക്തി സ്വന്തം ആക്ഷൻസിനെ മാത്രം അനലൈസ് ചെയ്യാതെ തന്റെ ചുറ്റും നടക്കുന്ന അല്ലെങ്കിൽ ചുറ്റുമുള്ള വ്യക്തികളുടെ ആക്ഷൻസ് കൂടെ ഒന്ന് അനലൈസ് ചെയ്യാൻ ടൈം കണ്ടുപിടിക്കണം എന്നാണ് ബേക്കൺ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ചുറ്റുമുള്ള ഗുഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ആക്ഷൻസും ബാഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ആക്ഷൻസും കൂടി ഒന്ന് അനലൈസ് ചെയ്യണം. കാരണം അതിന് എന്തൊക്കെയാണ് ഗുഡ് എന്ന് മനസ്സിലാക്കാനും എന്തൊക്കെയാണ് ബാഡ് എന്ന് മനസ്സിലാക്കാനും ഉള്ള ആ ഒരു കഴിവ്, ആ ഒരു അനലൈസേഷൻ എല്ലാ വ്യക്തികൾക്കും ഉണ്ടാവണം എന്നാണ് ബേക്കൺ പറയുന്നത്. A man by seeing the best in others should strictly judge himself. അതായത് വേറൊരു വ്യക്തിയുടെ ഒരു നല്ല ഒരു വശം കാണുകയാണെന്നുണ്ടെങ്കിൽ സ്വയം നമ്മളെ തന്നെ ഒന്ന് ജഡ്ജ് ചെയ്യണം. സോ അതിന്ന് നമ്മളെ എന്താണ് അതിന്ന് വ്യത്യാസമായി ചെയ്യുന്നത്, ഒരു വ്യക്തി നല്ലത് ചെയ്യുമ്പോൾ നമ്മൾ അതിന് എന്താണ് വ്യത്യാസമായി ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് വേണം. കാരണം ആ വ്യക്തി ചെയ്യുന്ന നല്ലത് നമ്മളോട്ട് എടുക്കാൻ നമുക്ക് സാധിക്കും. നമ്മളും അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും നല്ലത് മാത്രമേ വരുള്ളൂ എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമുക്ക് എടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കണം. ആൻഡ് ഓൾസോ നമ്മൾ ബാക്കിയുള്ള വ്യക്തികളോട് കൂടെ നമ്മളെ കമ്പയർ ചെയ്യുമ്പോൾ he must find out his shortcomings. അതായത്
അങ്ങനെ കമ്പയർ ചെയ്യുന്നതോടെ എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ആ മറ്റു വ്യക്തിയുടെ എന്തൊക്കെയാണ് പോരായ്മകൾ അതെല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. കാരണം ആ ഒരു വ്യക്തി ഈവിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തി എന്താണോ ചെയ്യുന്നത് അത് നമുക്ക് ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. സോ ആ വ്യക്തിയുടെ ഡ്രോബാക്സ് എന്താണ്, ആ വ്യക്തിയുടെ ഷോർട്ട് കമ്മിങ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നമ്മൾ രണ്ട് വ്യക്തികളെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും എന്നാണ് പറയുന്നത്. സോ നമുക്ക് നല്ല വ്യക്തികളുടെ അടുത്ത് നിന്ന് നല്ലതും ചീത്ത വ്യക്തികളുടെ അടുത്ത് നിന്ന് അത് നമുക്ക് അവോയ്ഡ് ചെയ്യാനും നമുക്ക് സാധിക്കും. സോ ഇങ്ങനെ നമ്മളെ തന്നെ ജഡ്ജ് ചെയ്യും, അതേപോലെ തന്നെ ബാക്കിയുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാൻ ചെയ്യണം. അങ്ങനെയാണ് നമ്മുടെ ആക്ഷൻസിനെ നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്. നമ്മുടെ ആക്ഷൻസിനോട് കൂടെ തന്നെ ചുറ്റുമുള്ളവരുടെ ആക്ഷൻസും നമ്മൾ അനലൈസ് ചെയ്ത് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ എന്നാണ് ബേക്കൺ സജസ്റ്റ് ചെയ്യുന്നത്. And he furthermore suggests that one should preserve the dignity of his office by occupying his place properly, not by challenging others. So ആ ഒരു ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിലുള്ള അല്ലെങ്കിൽ അത് ഒരു അതോറിറ്റേറ്റീവ് പ്ലേസിലുള്ള ആ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അവരെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവരവരുടെ ഓഫീസിന്റെ അവരവരുടെ വർക്കിന്റെ ഡിഗ്നിറ്റി എന്തായാലും കാത്തു സൂക്ഷിക്കണം. ആൻഡ് ഓൾസോ അവര് ചെയ്യാൻ പാടില്ലാത്തത് ബാക്കിയുള്ളവരെ ചാലഞ്ച് ചെയ്ത് ജീവിക്കുക അല്ലാതെ അവരുടെ ഓൺ ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് ആ ഒരു ഓഫീസിന്റെ ആ ഒരു ഡിഗ്നിറ്റി പ്രിസർവ് ചെയ്തിട്ട് വേണം അവര് വർക്കിൽ മുന്നോട്ട് പോകാൻ എന്നാണ് പറയുന്നത്. Likewise, one should also preserve the dignity of lower officers by permitting others to do their jobs without interfering. Moreover, one should always consult others and consider their advice whenever they need. Similarly, one should not refuse to help whenever other offers. So അതേപോലെ തന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവരുടെ ഓൺ ഓഫീസ് ഡിഗ്നിഫൈഡ് ആയിട്ട് സൂക്ഷിക്കുന്നതിനോടൊപ്പം അവരുടെ ലോവർ ഓഫീസേഴ്സിന് അവരുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഓഫീസേഴ്സിന്റെ ആ ഒരു ഡിഗ്നിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ശ്രദ്ധിക്കണം. കാരണം അവരുടെ വർക്ക് ചെയ്യട്ടെ, ലോവർ ഓഫീസേഴ്സും ആണെങ്കിലും അവരുടെ ഓൺ വർക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ വർക്കിൽ ഇന്റർഫിയർ ചെയ്യാതിരിക്കുകയാണ് നമ്മുടെ ചെയ്യേണ്ട മെയിൻ കാര്യം എന്ന് പറയുന്നത്. സോ ബാക്കിയുള്ളവരെ ഇൻസൾട്ട് ചെയ്യാതിരിക്കുക. ആൻഡ് ഓൾവേസ് one should always consult others. എല്ലാവരെയും കൺസൾട്ട് ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടത് എന്താണ് അഡ്വൈസ് കൊടുത്തുകൊണ്ട് ആൻഡ് ഓൾസോ ഹെൽപ്പ് വേണമെങ്കിൽ ഓഫർ ചെയ്യുക. നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചോദിച്ചു വാങ്ങാം. അങ്ങനെയെല്ലാം ഒരു ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിലുള്ള ഒരു വ്യക്തി ഇങ്ങനെയൊക്കെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഓഫീസിലാണെന്നുണ്ടെങ്കിലും ലൈഫിലാണെന്നുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോവേണ്ടത് എന്നാണ് ബേക്കൺ പറയുന്നത്. ഇങ്ങനെ ഒരു നോട്ടിലാണ് ബേക്കൺ ഈ എസ്സേ അവസാനിപ്പിക്കുന്നത്. സോ ആസ് എൻ ഓവറോൾ നമുക്ക് പറയാനാണെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി എങ്ങനെയൊക്കെ ആവണം, ഒരു ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തി എങ്ങനെയൊക്കെ ആവണം, എങ്ങനെയൊക്കെ പെരുമാറണം, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു കോൺസെപ്റ്റ് തരുന്ന ഒരു എസ്സേ ആണ് ഫ്രാൻസിസ് ബേക്കന്റെ ഓഫ് ഗ്രേറ്റ് പ്ലേസ് എന്ന് പറഞ്ഞ എസ്സേ. Okay. And Bacon, the great philosopher of the time, illustrates the three vices of great place: corruption, delays, roughness, and facility. So ബേക്കൺ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം ഒരു നല്ല ഫിലോസഫർ ആയിരുന്നു. അക്കാലത്ത് നല്ല ഒരു ഫിലോസഫർ ആയിരുന്നു അദ്ദേഹം. And he illustrates the three vices of great place: corruption, delays, roughness, and facility. ഇതെല്ലാമാണ് ആ ഒരു ഗ്രേറ്റ് പ്ലേസിന്റെ ത്രീ വൈസസ് ആയിട്ട് പറയുന്നത്. corruption, delays, roughness, and facility എന്നാണ് അദ്ദേഹം പറയുന്നത്. He suggests that to avoid delays, a man should be punctual and appoint time. Likewise, to avoid corruption, it is necessary that one should not only bind his and his servants' hands from taking, but also binds his suitors' hands from the offering. Moreover, tortures not only the bribers, but also the brides. So, he suggests that to avoid delays. So, ആ ഒരു ഡിലേ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് he must be punctual. And also appointment, ടൈമിന് അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്ന അതേപോലെ അപ്പോയിന്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ must be punctual ആയിരിക്കണം എന്നാണ് പറയുന്നത്. ആൻഡ് ഓൾസോ കറപ്ഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ നമ്മള് ബ്രൈബ് വാങ്ങാതിരിക്കുക, അതേപോലെ തന്നെ സ്വയം ബ്രൈബ് വാങ്ങാതിരിക്കുക, ലോവർ ഓഫീഷ്യൽസിനെയും ബ്രൈബ് വാങ്ങാൻ സമ്മതിക്കാതിരിക്കുക. അതേപോലെ തന്നെ ചെയ്യേണ്ട വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ ബ്രൈബ് വാങ്ങാതിരിക്കുന്നതോട് കൂടെ തന്നെ ബ്രൈബ് ഓഫർ ചെയ്യുന്നതും കൂടെ തടയണം എന്നാണ് ബേക്കൺ പറയുന്നത്. ആൻഡ് ഓൾസോ
ബ്രൈബേഴ്സിനെ മാത്രമല്ല ആ ബ്രൈബിനെയും നമ്മള് ആ ഒരു കറക്റ്റ് ആ ഒരു അത് ഓഫർ ചെയ്യുന്നത് ആ ബ്രൈബിനെ കൂടെ നമ്മൾ അവോയ്ഡ് ചെയ്യണം. ആൻഡ് ആ ഒരു ടോർച്ചർ നമ്മൾ ആ ബ്രൈബിനോട് കൂടെ കാണിക്കണം എന്നാണ് ബേക്കൺ പറയുന്നത്. ആൻഡ് റഫ്നെസ് എന്ന് പറയുന്നത് ഒരു അതോറിറ്റേറ്റീവ് മാനിന്റെ ഇൻ ദ അതോറിറ്റേറ്റീവ് ഒരു അതോറിറ്റേറ്റീവ് പ്ലേസിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് റഫ്നെസ് എന്ന് പറയുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ് തീരെ നല്ലതല്ല എന്നാണ് ബേക്കൺ പറയുന്നത്. ആൻഡ് ഇറ്റ് മേക്സ് ഹിസ് വർക്കേഴ്സ് ഡിസ്കണ്ടന്റ്. സോ അത് നമ്മുടെ താഴെയുള്ള വർക്കേഴ്സിനാണെന്നുണ്ടെങ്കിൽ നമ്മളെ സമീപിക്കാൻ വരുന്ന ബാക്കി ആൾക്കാർ, നമ്മുടെ സർവീസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ബാക്കി ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ കൂടെ അതെല്ലാം ആ ഒരു ഡിസ്കണ്ടന്റ്, ഒരു ഫുൾഫിൽനെസ് ഇല്ലായ്മ എല്ലാവർക്കും ഉണ്ടാവും എന്നാണ് ബേക്കൺ പറയുന്നത്. ആൻഡ് ഹി ഷുഡ് ഹാവ് കൈൻഡ് ബിഹേവിയർ along with fear in others' hearts. Lastly, for the facility, Bacon calls it worst that bribery and advises that one shouldn't go after the break. So, ആ വ്യക്തികളുടെ മനസ്സിൽ ഒരു കൈൻഡ് ബിഹേവിയർ, എല്ലാവരുടെ അടുത്തേക്കും ഒരു കൈൻഡ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ വേണം എന്നാണ് ബേക്കൺ പറയുന്നത്. ആൻഡ് ഫോർ ഫെസിലിറ്റിക്ക് എന്താണ് ബേക്കൺ പറയുന്നത് വെച്ചാൽ ഫെസിലിറ്റി വാങ്ങുന്നതാണ്, എല്ലാത്തിനും ഒരു ഫെസിലിറ്റി ആക്സെപ്റ്റ് ചെയ്യുന്നതാണ്, അതും ഈ ബ്രൈബറിനെ പോലെ തന്നെ അത്രയും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആണ് എന്നാണ് ബേക്കൺ പറയുന്നത്. നമ്മൾ ഒരു അതോറിറ്റേറ്റീവ് പ്ലേസിൽ ഇരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ സർവീസ് കറക്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. സോ ഒരു ബ്രേക്ക് എടുത്ത് ഒരു ഫെസിലിറ്റിയുടെ പിന്നാലെ പോവുക, അതെല്ലാം it is worse like bribery എന്നാണ് ബേക്കൺ സജസ്റ്റ് ചെയ്യുന്നത്. And Bacon at the end of the essay argues that a great place shows the true nature of a man. It reflects how he is. Some people prove to be better while others the worst. So essayയുടെ അവസാനത്തോട്ട് വരുമ്പോൾ ബേക്കൺ പറഞ്ഞു നിർത്തുന്നത് എന്താന്ന് വെച്ചാൽ, ഒരു ഗ്രേറ്റ് പ്ലേസിൽ ഉള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു അതോറിറ്റേറ്റീവ് പ്ലേസിലുള്ള ഒരു വ്യക്തിയുടെ അങ്ങനെ ഒരു അതോറിറ്റേറ്റീവ് പ്ലേസിൽ ഇരിക്കുമ്പോഴാണ് ആ ഒരു വ്യക്തിയുടെ കറക്റ്റ് നേച്ചർ അല്ലെങ്കിൽ ഒരു ട്രൂ നേച്ചർ മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഒരു വ്യക്തി ആ ഒരു ഗ്രേറ്റ് പ്ലേസ് അല്ലെങ്കിൽ ഒരു അതോറിറ്റേറ്റീവ് പ്ലേസിൽ വരുമ്പോഴാണ് എന്നാണ് ബേക്കൺ പറയുന്നത്. ആ സമയത്താണ് അദ്ദേഹം എങ്ങനെയാണ് റിഫ്ലക്ട് ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ ക്യാരക്ടർ എങ്ങനെയാണ്, അദ്ദേഹം എങ്ങനെയൊക്കെയാണ് ബാക്കിയുള്ളവരോട് പെരുമാറുക എന്നെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നത് എന്നാണ് പറയുന്നത്. ആൻഡ് ചില വ്യക്തികൾ ആ സമയം അങ്ങനെ ഒരു പ്ലേസിൽ വിൽ ബി വെരി പെർഫെക്റ്റ്. സോ അവര് ബെറ്റർ ആയിരിക്കും, പക്ഷെ ചിലവര് നമുക്ക് അറിയുന്ന പോലെ തന്നെ വേഴ്സ്റ്റ് ബിഹേവിയറും കാണിക്കാം. സോ അങ്ങനെ ഒരു അതോറിറ്റേറ്റീവ് പ്ലേസിൽ ഇരിക്കുമ്പോഴാണ് ഒരു വ്യക്തിയുടെ ട്രൂ കളർ അല്ലെങ്കിൽ ട്രൂ നേച്ചർ മനസ്സിലാക്കാൻ പറ്റുന്നത് എന്നാണ് ബേക്കൺ പറയുന്നത്. ആൻഡ് there are some people whom people think to be best for the empire when they are not emperors, that is by attaining power they prove to be worst. However, Vespasianus was the only emperor who by attaining power changed for better. സോ നമുക്ക് ഹിസ്റ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ മനസ്സിലാവുന്നത്, സോ കുറെ എംപറേഴ്സ് ഉണ്ട്. സോ നമ്മുടെ ഹിസ്റ്ററിയിൽ കുറെ എംപറേഴ്സ് അല്ലെങ്കിൽ കുറെ കിങ്സ് ഉണ്ട്. പവർ കൈ കിട്ടിയതോടുകൂടെ അവര് ഒരു വേഴ്സ്റ്റ് ബിഹേവിയർ, ആദ്യം ഉണ്ടായിരുന്നേക്കാളും ഭയങ്കര വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു ബിഹേവിയറിലോട്ട് പോയ കുറെ എംപറേഴ്സ് ഉണ്ട്. സോ നമുക്ക് ഒരേ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് വെസ്പസാനസ് എന്ന് പറഞ്ഞ ഒരു എംപറർ ആണ്. അദ്ദേഹം മാത്രമാണ് പവർ കൈ കിട്ടിയതിനു ശേഷം തന്റെ ക്യാരക്ടർ കുറെ ബെറ്റർ ആയിട്ട് ചേഞ്ച് ചെയ്ത ഒരേ ഒരു എംപറർ വെസ്പസാനസ് എന്ന് പറഞ്ഞ ഒരു എംപറർ ആണ് എന്നാണ് ബേക്കൺ പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഓഫൺ ഒബ്സർവ് ദാറ്റ് എ മാൻ when sits in a great place becomes another man. However, he should learn to respect others as well. സോ അതാണ് ഒരു ഹയർ പ്ലേസിൽ അല്ലെങ്കിൽ ഒരു പവർ കിട്ടി കഴിഞ്ഞതിന് ശേഷം ആ വ്യക്തി വേറൊരു വ്യക്തിയായിട്ട് ട്രാൻസ്ഫോം ആവുകയാണ് ചെയ്യുന്നത്. സോ ചിലര് നല്ല ക്യാരക്ടർ ആയിട്ട് മാറും, ബട്ട് മോസ്റ്റ്ലി അവരവരുടെ അധികാരത്തിനെ ദുരുപയോഗം ചെയ്യാൻ ആൻഡ് ആ ഒരു അധികാരത്തിന് ആ ഒരു വേഴ്സ്റ്റ് ഒരു ബിഹേവിയറിലോട്ട് പോവാണ് കൂടുതൽ പേരും ചെയ്യുന്നത് എന്നാണ് ബേക്കൺ പറയുന്നത്. സോ അങ്ങനെ ഒരു പവറിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ബാക്കിയുള്ളവരുടെ കൂടെ റെസ്പെക്ട് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാവണം. ആൻഡ് ഹി ഷുഡ് ലേൺ ടു റെസ്പെക്ട് അതേഴ്സ്. സോ ഇതാണ് ബേക്കൺ മെയിൻ ആയിട്ട് പറഞ്ഞു വെക്കുന്ന കാര്യം. ആൻഡ് എ മാൻ നീഡ്സ് അതർ ടു റൈസ് അറ്റ് എ ഗ്രേറ്റ് പ്ലേസ്, ബട്ട് വൺസ് ഹി ഈസ് ഇലക്ടഡ് ഹി ഷുഡ് ബാലൻസ് ഹിംസെൽഫ് ടു റെപ്രസെന്റ് ദ ഹോൾ സൊസൈറ്റി. സോ
ആ ഗ്രേറ്റ് പ്ലേസിൽ എത്താൻ വേണ്ടിയിട്ട് ഒരു വ്യക്തിക്ക് വേറെ പല വ്യക്തികളുടെയും അല്ലെങ്കിൽ വേറെ ഒരു വ്യക്തിയുടെ ആണെങ്കിൽ കൂടെ അത് സഹായം ആവശ്യമായിട്ട് വരുന്നുണ്ട്. പക്ഷെ അവര് ആ എലക്ട് ചെയ്ത് ആ ഒരു പവറിലോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക, അവരുടെ സ്വഭാവം എല്ലാം കംപ്ലീറ്റ്ലി മാറുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനെ വരുമ്പോ അങ്ങനെ ആ ഒരു സ്വഭാവം മാറാതെ തന്നെ ആ ഒരു ഹോൾ സൊസൈറ്റീനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ പവറിൽ ഇരിക്കുന്ന വ്യക്തികൾ ചെയ്യേണ്ടത് എന്നാണ് ബേക്കൺ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ഫ്രാൻസിസ് ബേക്കൺസ് എസ്സേ ഓഫ് ദ ഗ്രേറ്റ് പ്ലേസ്. ആസ് എ ടോട്ടൽ നമ്മൾ ഒരു വ്യക്തി എങ്ങനെയൊക്കെ ആയിരിക്കണം, ഒരു ഗ്രേറ്റ് പ്ലേസിൽ ഇരിക്കുന്ന ഒരു വ്യക്തി എങ്ങനെയൊക്കെ ആയിരിക്കണം, എങ്ങനെയൊക്കെ ആയിരിക്കരുത് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആൻഡ് ഒരു ഐഡിയ പറഞ്ഞു വെക്കുന്ന ഒരു എസ്സേ ആണ് ഫ്രാൻസിസ് ബേക്കന്റെ ഓഫ് ഗ്രേറ്റ് പ്ലേസ് എന്ന് പറഞ്ഞ എസ്സേ. So that is all about the first chapter of our first unit of Great Place by Francis Bacon. And next essay, Sir Roger at the Theatre by Addison. So നമുക്ക് ഫസ്റ്റ് ആഡിസണിനെ പറ്റി നോക്കാം. ജോസഫ് ആഡിസൺ വാസ് എ ഡിസ്റ്റിങ്ഷ്ഡ് 18th century English poet, author, playwright, politician and classical scholar. 18th century English poet ആയിരുന്നു, author ആയിരുന്നു, playwright ആയിരുന്നു, ഡ്രാമ എല്ലാം എഴുതിയിട്ടുണ്ട്. He was a politician and a classical scholar. സോ അദ്ദേഹമാണ് റിച്ചാർഡ് സ്റ്റീലിന്റെ കൂടെ ചേർന്നിട്ട് ഇവർ രണ്ടുപേരുമാണ് ദ സ്പെക്ടേറ്റർ എന്ന് പറഞ്ഞ ഒരു ഡെയിലി ജേർണൽ കൊണ്ടുവന്നത്. ആ സ്പെക്ടേറ്റർ എന്ന് പറഞ്ഞ ജേർണൽ ഐ മീൻ ഒരു മാഗസിൻ അല്ലെങ്കിൽ ഒരു ജേർണൽ. സോ ആ ജേർണലാണ് ആ കാലഘട്ടത്തിൽ കൂടുതൽ റീഡ് ചെയ്യപ്പെട്ട ഒരു ജേർണലാണ് ദ സ്പെക്ടേറ്റർ എന്ന് പറഞ്ഞ ജേർണൽ. Joseph Addison along with Richard Steele found the Spectator. He contributed over 274 essays for the Spectator. Spectator എന്ന് പറഞ്ഞ മാഗസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ജേർണലിന് വേണ്ടിയിട്ട് 274 essays-ഓളം ജോസഫ് ആഡിസൺ എഴുതിയിട്ടുണ്ട്. And also he wrote for essays for the Tatler. The Tatler എന്ന് പറഞ്ഞ പബ്ലിക്കേഷന് വേണ്ടിയിട്ടും ജോസഫ് ആഡിസൺ എസ്സേസ് എഴുതിയിട്ടുണ്ട്. ആൻഡ് കാറ്റോ എ ട്രാജഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലേ, ഒരു ഡ്രാമ എഴുതിയതും സർ റോജർ ഐ മീൻ ആഡിസൺ ആണ്, ജോസഫ് ആഡിസൺ ആണ്. ആൻഡ് ഈ കാറ്റോ എ ട്രാജഡി എന്ന് പറഞ്ഞ ആ ഒരു ഡ്രാമ അമേരിക്കൻ റവല്യൂഷന്റെ ഒരു ഇൻസ്പിറേഷൻ ആയിട്ടാണ് പറയുന്നത്. അമേരിക്കൻ റവല്യൂഷന്റെ ഒരു ഇൻസ്പിറേഷൻ എടുത്തിട്ടാണ് കാറ്റോ എ ട്രാജഡി എന്ന് പറഞ്ഞ ഡ്രാമ ആഡിസൺ എഴുതിയിരിക്കുന്നത്. ആൻഡ് ഓൾസോ അദ്ദേഹം എഴുതിയ വേറെ വർക്ക്സ് ആണ് അക്കൗണ്ട് ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ഇംഗ്ലീഷ് പോയറ്റ്സ്, ദ ക്യാമ്പയിൻ, ഡയലോഗ് ഓൺ മെഡൽസ് and the unsuccessful opera libretto Rosamond. So Rosamond എന്ന് പറഞ്ഞ ഒരു ഡ്രാമ കൂടെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ആൻഡ് ഓൾസോ എഴുതിയ വേറെ വർക്ക്സ് ആണ് അക്കൗണ്ട് ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഇംഗ്ലീഷ് പോയറ്റ്സ്, ദ ക്യാമ്പയിൻ, ഡയലോഗ് ഓൺ മെഡൽസ്. ആൻഡ് അദ്ദേഹം വർക്ക് ചെയ്തത് അണ്ടർ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് കമ്മീഷണർ ഓഫ് അപ്പീൽസ് ഇൻ ദ ഗവൺമെന്റ് ഓഫ് ദ ഫസ്റ്റ് ഏൾ ഓഫ് ഹാലിഫാക്സ്. ഫസ്റ്റ് ഏൾ ഓഫ് ഹാലിഫാക്സിലെ കമ്മീഷണർ ഓഫ് അപ്പീൽസ് ആയിട്ട് അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. He was a member of parliament and he was a secretary to the new Lord Lieutenant of Ireland. Ireland's new Lord Lieutenant secretary ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. And Lord Wharton, new Lord Lieutenant ആയിരുന്നു Lord Wharton. So അദ്ദേഹത്തിന് സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് സദേൺ ഡിപ്പാർട്ട്മെന്റിലെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. Sorry. He was known for his magnanimous character and cool personality. അദ്ദേഹത്തിന്റെ ക്യാരക്ടറിനും അതിന്റെ കൂൾ പേഴ്സണാലിറ്റിയുമാണ് അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ഇമ്പോർട്ടന്റ് ഫീച്ചർ ആയിട്ട് പറയുന്നത്. ആൻഡ് ഹി ഓൾസോ എസ്റ്റാബ്ലിഷ്ഡ് എ ഇംഗ്ലീഷ് ലിറ്റററി കോൺഗ്രിഗേഷൻ Kit Kat Club, which had powerful political connections. So powerful ആയിട്ടുള്ള പൊളിറ്റിക്കൽ കണക്ഷൻസ് ഉള്ള ഒരു ക്ലബ്, ഒരു ഇംഗ്ലീഷ് ലിറ്റററി ക്ലബ് അദ്ദേഹം തുടങ്ങി വെച്ചു. കിറ്റ് കാറ്റ് ക്ലബ് എന്നായിരുന്നു ആ ക്ലബിന്റെ പേര്. സോ അത് ഇദ്ദേഹം തുടങ്ങിയ ഒരു ക്ലബാണ്. ആൻഡ് അദ്ദേഹത്തിന്റെ മേജർ വർക്ക്സ് കാറ്റോ എ ട്രാജഡി എന്ന് പറഞ്ഞ വർക്ക്, അത് അമേരിക്കൻ റവല്യൂഷന്റെ ഇൻസ്പിറേഷൻ എടുത്തിട്ടാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ആൻഡ് ഇംഗ്ലണ്ടിലും ന്യൂ വേൾഡിലും ന്യൂ വേൾഡ് എന്ന് പറഞ്ഞാൽ അമേരിക്ക. സോ അമേരിക്കയിലും അയർലൻഡിലും എല്ലാം ഒരു ഗ്രേറ്റ് സക്സസ് ആയിരുന്നു കാറ്റോ എ ട്രാജഡി എന്ന് പറഞ്ഞ ഡ്രാമ. ആൻഡ് സ്പെക്ടേറ്റർ എന്ന് പറഞ്ഞ ജേർണൽ പബ്ലിഷ് co-founded along with Richard Steele. And he died at the age of 48 at Holland House, London. He was laid to rest at the Westminster Abbey, city of Westminster in London. Westminster Abbeyയിലാണ് അദ്ദേഹത്തിന് മറവ് ചെയ്തിരിക്കുന്നത്. And he died at the age of 48. ലണ്ടനിലെ ഹോളണ്ട് ഹൗസിൽ വെച്ചിട്ടാണ് അദ്ദേഹം മരണപ്പെടുന്നത്.
സോ നമ്മൾ സർ റോജർ അത് തിയേറ്റർ എന്ന് പറഞ്ഞ എസ്സേയില് എന്താണ് പറയുന്നത് വെച്ചാൽ സർ റോജർ എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഒരു ഡ്രാമ കാണാൻ വേണ്ടി പോവുകയാണ്, ഒരു പ്ലേ, ഒരു തിയേറ്ററിലോട്ട് ഒരു ഡ്രാമ കാണാൻ വേണ്ടി പോവുകയാണ്. സോ അതാണ് ഈ ഒരു എസ്സേയില് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. Sir Roger expresses his desire of watching a good tragedy to Addison. They meet at Spectator Club. Sir Roger says that he has not watched any good play in the last 20 years, and the last play he watched was a Church of England comedy named Committee. They plan to watch a good tragedy, a story of a distressed woman named Andromache. It is a classical tragedy that revolves around Hector's widow, Andromache. So, Sir Roger ഒരു ദിവസം ആഡിസന്റെ അടുത്ത് ഒരു നല്ലൊരു ട്രാജഡി, ഒരു ട്രാജിക് ഡ്രാമ കാണണം എന്നുള്ള ഒരു ആഗ്രഹം പറയാണ് ചെയ്യുന്നത്. അപ്പൊ അവരുടെ സ്പെക്ടേറ്റർ ക്ലബിൽ മീറ്റ് ചെയ്തു. സർ റോജർ 20 വർഷത്തിന് മുന്നേ ഇംഗ്ലണ്ടിലെ ഒരു കോമഡി ഡ്രാമ ആയിട്ടുള്ള കമ്മിറ്റിയാണ് അവസാനമായിട്ട് കണ്ടത്. 20 വർഷത്തിന് മുന്നേ ആണ് ഞാൻ അവസാനമായിട്ട് ഒരു ഡ്രാമ കണ്ടത്. പക്ഷെ എനിക്ക് ഒരു നല്ലൊരു ട്രാജഡി കാണണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട് എന്ന് ആഡിസന്റെ അടുത്ത് പറയാണ്. സോ ഇവര് തീരുമാനിച്ച ഒരു ആൻഡ്രോമാച്ച് എന്ന് പറഞ്ഞ ഒരു ഡിസ്ട്രെസ് ആയിട്ടുള്ള ഒരു വുമന്റെ ഒരു സ്റ്റോറി ആയിട്ടുള്ള ഒരു ഡ്രാമ കാണാൻ വേണ്ടി ഇവർ പോവാണ്. ഈ ആൻഡ്രോമാച്ച് എന്ന് പറയുന്നത് ഹെക്ടറിന്റെ വിധവയാണ് ആൻഡ്രോമാച്ച് എന്ന് പറഞ്ഞ സ്ത്രീ. സോ ആ ആൻഡ്രോമാച്ച് എന്ന് പറഞ്ഞ സ്ത്രീയുടെ ഒരു സ്റ്റോറി, ഒരു ക്ലാസിക്കൽ ട്രാജഡി കാണാൻ വേണ്ടിയിട്ട് ഇവര് പോവാണ് ചെയ്യുന്നത്. നൈറ്റ് is one of the friends of Roger and Addison. He plans to take Captain Sentry for the play. Thus Addison, Sir Roger, Knight, Captain Sentry along with the butler and a servant takes their course to the theatre. നൈറ്റ് എന്ന് പറയുന്നത് റോജർട്ടി അഡിസന്റെ ഒരു ഫ്രണ്ട് ആണ്. സോ അവരും ക്യാപ്റ്റൻ സെൻട്രി പിന്നെ അതേപോലെ അലോങ് വിത്ത് എ ബട്ട്ലർ ആൻഡ് എ സെർവന്റ്, ഇവരെല്ലാരും കൂടെ ഈ തിയേറ്ററിലോട്ട് ഡ്രാമ കാണാൻ വേണ്ടി പോവാണ്. അവര് ടിക്കറ്റ് എടുത്തു. ഗെറ്റ് എ ടിക്കറ്റ് ആൻഡ് ഓൾസോ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മിഡിൽ സീറ്റ് തിയേറ്ററിൽ അവര് പോയി ഇരുന്നു. കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മിഡിൽ സീറ്റില് അവര് പോയി സീറ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനെ ആ പ്ലേ തുടങ്ങും. പൈറസ്, സൺ ഓഫ് ആഷിലേസ്, ഹു കിൽഡ് ഹെക്ടർ ഇൻ ട്രോജൻ വാർ. പൈറസ് ആണ് ഫസ്റ്റ് സ്റ്റേജിലോട്ട് എൻറ്റർ ചെയ്ത് വരുന്ന ക്യാരക്ടർ. പൈറസ് ആണ് ആ ക്യാരക്ടർ. പൈറസ് ആരാണെന്ന് വെച്ചാൽ ഹെക്ടറിനെ ട്രോജൻ വാറിൽ കൊന്ന സൺ ഓഫ് ആക്സിലസ് ആണ് പൈറസ്. ആക്സിലസ് ആണ് ഹെക്ടറിനെ ട്രോജൻ വാറിൽ കൊന്നത്. സോ ഈ ആക്സിലസിന്റെ മകനാണ് പൈറസ്. സോ ഈ പൈറസ് ആണ് സ്റ്റേജിലോട്ട് ഫസ്റ്റ് എൻറ്റർ ചെയ്ത് വരുന്ന ക്യാരക്ടർ. സോ അപ്പൊ അവര് ഡ്രാമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോ ഓരോ ആക്ടിന്റെ അവസാനം സർ റോജർ ഈ ക്യാരക്ടേഴ്സിനെ പറ്റിയും ആ സീനിനെ പറ്റിയും എല്ലാം കമന്റ്സ് അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് പാസ് ചെയ്തുകൊണ്ടിരുന്നു. സോ ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരുന്നു ഓരോ ആക്ടിന്റെ അവസാനം. Sir Roger was not fond of the character Andromache. So Andromache എന്ന് പറഞ്ഞ ക്യാരക്ടറിന് സർ റോജറിന് ഇഷ്ടമായിട്ടില്ല. ആൻഡ് ഓൾസോ പൈറസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ആൻഡ്രോമാച്ചിന്റെ പിന്നാലെ ആയിരുന്നു. സോ ഹി വാസ് ഇൻ ലവ് വിത്ത് ആൻഡ്രോമാച്ച്. സോ ആ പൈറസ് എന്ന് പറഞ്ഞ ക്യാരക്ടറിന് എന്താവും എന്നുള്ള ഒരു ആശങ്കയായിരുന്നു സർ റോജറിന് ഉണ്ടായിരുന്നത്. കാരണം ആൻഡ്രോമാച്ചിനെ സർ റോജറിന് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നൈറ്റിന് ആൻഡ്രോമാച്ച് എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ നല്ലോണം ഇഷ്ടമായി. സോ അദ്ദേഹം ആൻഡ്രോമാച്ചിനെ പറ്റി ഗുഡ് കമന്റ്സ് ആണ് പാസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ സർ റോജർ ആൻഡ്രോമാച്ചിനെ പറ്റി ബാഡ് കമന്റ്സ് പാസ് ചെയ്ത് അദ്ദേഹത്തിന് ഇഷ്ടമാവാത്ത തരത്തിലാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. സോ ക്യാപ്റ്റൻ സെൻട്രി nudges friends not to explicit in their comments about the characters on stage as two of the audience were keenly observing their conversation. സോ ക്യാപ്റ്റൻ സെൻട്രി എന്താന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അധികം സംസാരിക്കൊന്നും വേണ്ട, അധികം കമന്റ്സ് ഒന്നും പാസ് ചെയ്യരുത്. കാരണം ഓഡിയൻസിലെ ഏതോ 2 പേര് നമ്മൾ പാസ് ചെയ്യുന്ന കോൺവെർസേഷൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ക്യാപ്റ്റൻ സെൻട്രി പറഞ്ഞു. സോ അതുകൊണ്ട് അധികം കമന്റ്സ് ഒന്നും പാസ് ചെയ്യരുത് എന്ന് ഫ്രണ്ട്സിന്റെ അടുത്ത് പറയാണ് ചെയ്യുന്നത്. At the fourth act, Hector's ghost was expected on stage and Knight misunderstands a page for Estinax, Andromache and Hector's son. Andromachiന്റെയും ഹെക്ടറിന്റെയും സണ്ണാണ് എസ്റ്റിനാക്സ് എന്ന് പറഞ്ഞ ക്യാരക്ടർ. സോ 4ാമത്തെ ആക്ടിന്റെ അവസാനത്തില് ഹെക്ടറിന്റെ പ്രേതമാണ് സ്റ്റേജിലോട്ട് വരാൻ വേണ്ടി ഇരുന്നത്. പക്ഷെ നൈറ്റ് അതിനെ എന്താണ് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാണ്. അത് എസ്റ്റിനാക്സ് ആണ്, അതായത് ആൻഡ്രോമാച്ചിന്റെയും ഹെക്ടറിന്റെയും സണ്ണാണ് ആ
ആ വന്നത് ആ ഫോർത്ത് ആക്ടിന്റെ അവസാനം വന്നത് എന്നാണ് നൈറ്റ് തെറ്റിദ്ധരിക്കുന്നത്. കാരണം അവിടെ വന്നത് ഹെക്ടറിന്റെ ഗോസ്റ്റ് ആണ് വന്നത്. ഓക്കെ, സോ ആ പ്ലേ ആ ഒരു ഡ്രാമ അവസാനിക്കുകയാണ്. ആ ഡ്രാമ അവസാനിക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ ആൻഡ്രോമാച്ച് അവളെ സ്വയം കൊല്ലുകയാണ് ചെയ്യുന്നത്. സോ അവൾ ആത്മഹത്യ ചെയ്യാണ് ചെയ്യുന്നത്. ആൻഡ് പൈറസ് ലെഫ്റ്റ് ടു ഫീൽ സോറോ അബൌട്ട് ഹിസ് മിസ്റ്റേക്ക്. സോ ആൻഡ്രോമാച്ച് സ്വയം ആത്മഹത്യ ചെയ്യുമ്പോൾ പൈറസ് അവൻ ചെയ്ത തെറ്റുകളെ പറ്റിയും അവന് പറ്റിപ്പോയ മിസ്റ്റേക്സിനെ പറ്റിയെല്ലാം അവൻ പെട്ടെന്ന് worried ആവുകയാണ് ചെയ്യുന്നത്. The friends of the spectator club was the last to leave the theater. They all leave the theater with the satisfaction of watching a good tragedy. The friends escort Roger and drops him at his house safely in the coach. So ആ ഒരു ഡ്രാമ അവസാനിക്കുകയാണ്. ഡ്രാമ അവസാനിക്കുന്നത് പറഞ്ഞ പോലെ ആൻഡ്രോമാച്ച് സ്വയം ആത്മഹത്യ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ പൈറസിന് അവൻ ചെയ്ത മിസ്റ്റേക്സിനെ പറ്റിയെല്ലാം ഭയങ്കര വിഷമത്തോടു കൂടി വിഷമിക്കുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനെയാണ് ആ ഒരു ഡ്രാമ അവസാനിക്കുന്നത്. സോ ആ ഡ്രാമ എല്ലാം അവസാനിച്ച് ഭയങ്കര കണ്ടന്റഡ് ആയിട്ട് ഫീൽ ചെയ്താണ് ഇവർ ഇരിക്കുന്നത്. സ്പെക്ടേറ്റർ ക്ലബ് അവരാണ് അവസാനം ആ തിയേറ്ററിൽ നിന്ന് ലീവ് ചെയ്ത ആൾക്കാർ. സോ അവരൊരു നല്ലൊരു ട്രാജഡി കണ്ടു കഴിഞ്ഞ ഒരു ഫീല് എല്ലാവരും നല്ല സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് ആ തിയേറ്റർ ലീവ് ചെയ്ത് പോവാണ് ചെയ്യുന്നത്. സോ ഫ്രണ്ട്സ് റോജറിനെയും ബാക്കി എല്ലാ ഫ്രണ്ട്സും എല്ലാവരും കൂടെ അവിടുന്ന് തിയേറ്ററിൽ നിന്ന് പോകുന്നു. ഒരു ഗുഡ് ട്രാജഡി കണ്ടു കഴിഞ്ഞ ഒരു സാറ്റിസ്ഫാക്ഷനോട് കൂടെ അവര് തിയേറ്ററിൽ നിന്ന് പോകുന്നു. ബാക്കി എല്ലാവരെയും റോജറിനെ വീട്ടിൽ സേഫ് ആയിട്ട് ഡ്രോപ്പ് ചെയ്തിട്ട് ഇവരെല്ലാവരും പോവുകയാണ് ചെയ്യുന്നത്. സോ ഇതാണ് ഈ ഒരു എസ്. സോ റോജർ അത് തിയേറ്റർ എന്ന് പറഞ്ഞ എസ്സേയുടെ മെയിൻ തീം എന്ന് പറയുന്നത്. അത് മെയിൻലി അവര് കണ്ട ആ ഡ്രാമേനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഈ എസ്സേ. സോ ഇതാണ് ആ എസ്സേനെ പറ്റി പറയാനുള്ളത്. And the next essay is The Trumpet Club. The Trumpet Club എഴുതിയിരിക്കുന്നത് റിച്ചാർഡ് സ്റ്റീൽ എന്ന് പറഞ്ഞ റൈറ്റർ ആണ് എഴുതിയിരിക്കുന്നത്. സോ അദ്ദേഹത്തിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ he was an Anglo-Irish writer. ഒരു Anglo-Irish writer ആയിരുന്നു, ഒരു ഡ്രാമാറ്റിസ്റ്റ് ആയിരുന്നു, ഒരു പൊളിറ്റീഷ്യൻ ആയിരുന്നു. ആൻഡ് ഓൾസോ ജോസഫ് എഡിസന്റെ കൂടെ ദി സ്പെക്ടേറ്റർ എന്ന് പറഞ്ഞ മാഗസിൻ ഓർ ജേർണൽ തുടങ്ങിയ വ്യക്തിയാണ് റിച്ചാർഡ് സ്റ്റീൽ എന്ന് പറഞ്ഞ വ്യക്തി. ആൻഡ് ജോസഫ് എഡിസൺ ആണ് കിറ്റ്കാറ്റ് ക്ലബ്ബ് തുടങ്ങിയത്. ആൻഡ് ഹി വാസ് ഓൾസോ റിച്ചാർഡ് സ്റ്റീൽ വാസ് ഓൾസോ ആൻ ഇമ്പോർട്ടന്റ് മെമ്പർ ഓഫ് ദ കിറ്റ്കാറ്റ് ക്ലബ്. ആൻഡ് ഇദ്ദേഹത്തിന്റെ മേജർ വർക്ക്സ് ഏതൊക്കെയാന്ന് വെച്ചാൽ ദ ക്രിസ്ത്യൻ ഹീറോ, ദ ലയിങ് ലവർ, ദ മിസ്റ്റേക്ക്, ഇതെല്ലാം ആണ് അദ്ദേഹത്തിന്റെ മേജർ ഇമ്പോർട്ടന്റ് വർക്ക്സ്. സോ ഇനി നമുക്ക് ദ ട്രംപറ്റ് ക്ലബ് എന്ന് പറഞ്ഞ ഈ എസ്സേയുടെ സമ്മറി നോക്കാം. ആൻഡ് as a total, it indicates the growing popularity of club life in the early years of the 18th century. So 18th century ആ കാലഘട്ടത്തിൽ ക്ലബ് ലൈഫിന് വളരെയധികം ഇമ്പോർട്ടൻസ് വന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. സോ അതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതിയ ഒരു എസ്സേ ആണ് ദ ട്രംപറ്റ് ക്ലബ് എന്ന് പറഞ്ഞ എസ്സേ. The word trumpet is probably used in connection with the idiom to blow one's trumpet. To blow one's trumpet എന്ന് പറഞ്ഞ idiom meaning to boast. To blow one's trumpet എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ബോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, സ്വയം കുക്കി പറഞ്ഞുകൊണ്ടിരിക്കുക. അതിനെയാണ് the blow one's trumpet, to blow one's trumpet എന്ന് പറഞ്ഞ idiom കൊണ്ട് മീൻ ചെയ്യുന്നത്. സോ ആ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ഈ ട്രംപറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു വേർഡിനെയും ഈ ഒരു ടോട്ടൽ എസ്സേനെയും റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ ഒരു ടു ബോസ്റ്റ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് തന്നെയാണ്. ആൻഡ് ഈച്ച് മെമ്പർ ഓഫ് ദ ട്രംപറ്റ് ക്ലബ് ഡസ് ജസ്റ്റ് ദാറ്റ്. സോ ഈ ട്രംപറ്റ് ക്ലബിലെ ഓരോ മെമ്പേഴ്സും സ്വയം പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് ആ ഒരു ക്യാരക്ടറാണ്. സോ അതുകൊണ്ടാണ് ഈ ട്രംപറ്റ് എന്ന് പറഞ്ഞ ആ ഒരു വേർഡ് ഈ ക്ലബിന് ട്രംപറ്റ് ക്ലബ് എന്ന് പറഞ്ഞ ഒരു വേർഡ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇതൊരു സറ്റൈറിക്കൽ എസ്സേ ആണ്. ആൻഡ് ഈ സറ്റൈറിക്കൽ എസ്സേ എന്താണ് മെയിൻലി പറയുന്നത്, അദ്ദേഹം റിട്ടയർ ചെയ്യുന്നതിന് മുന്നേ എങ്ങനെയൊക്കെയാണ് റിലാക്സ് ചെയ്യാൻ ശ്രമിച്ചിരുന്നത് എന്നാണ് ഈ മെയിൻലി ഈ എസ്സേയിലൂടെ മീൻ ചെയ്യുന്നത്. Okay, after a hard day's work, the narrator made it his custom to spend the evenings in the company of men where he did not have to exercise his mind much. Their talk lulled him to sleep, meaning it was boring and repetitive. So, ഒരു ദിവസം ഭയങ്കര ഹാർഡ് ആയിട്ടുള്ള വർക്ക് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു നരേറ്റർ റിലാക്സ് ചെയ്യാൻ വരുന്ന ഒരു സ്ഥലമാണ് ഇത് ട്രംപറ്റ് ക്ലബ് എന്ന് പറഞ്ഞ ക്ലബ്. സോ അവിടെ വെച്ചിട്ട് ഇദ്ദേഹം ഭയങ്കരമായിട്ട് റിലാക്സ്ഡ് ആവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ ക്ലബിലെ മെമ്പേഴ്സ് എല്ലാം നോൺ സ്റ്റോപ്പ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അതെല്ലാം ഭയങ്കര റിപ്പീറ്റേറ്റീവ് ആണ്, ഭയങ്കര ബോറിംഗ് ആണ്. സോ അത് കേട്ടാൽ തന്നെ ഉറക്കം വരും എന്നുള്ള ലെവലിൽ ഭയങ്കരമായിട്ട് റിലാക്സ് ചെയ്യാൻ പോകുന്ന ഒരു സ്ഥലമാണ്
the trumpet club എന്ന് പറഞ്ഞ സ്ഥലം. So ഇതില് mainly പറയുന്നത് റിച്ചാർഡ് സ്റ്റീൽസ് trumpet club originally consisted of 15 members. Original ആയിട്ട് റിച്ചാർഡ് സ്റ്റീലിന് ഉണ്ടായിരുന്ന ഈ trumpet clubൽ originally 15 members ആണ് ഉണ്ടായിരുന്നത്. പക്ഷെ അത് പിന്നീട് 5 members ആയിട്ട് ചുരുങ്ങുകയാണ് ചെയ്യുന്നത്. അതിലെ members ആരൊക്കെയാണെന്ന് വെച്ചാൽ ജോഫ്രെ നോച്ച്, മേജർ മാക്സ്ലോക്ക്, honest old Nick Cryptide, Bencher and Roger the narrator. Okay, ഇവരൊക്കെയാണ് ഈ 5 പേരാണ് മെയിൻലി ഈ ട്രംപറ്റ് ക്ലബിൽ ഉണ്ടായിരുന്നത്. ജോഫ്രെ നോച്ച്, മേജർ മാക്സ്ലോക്ക്, honest old Nick Cryptide, Bencher, Roger and the narrator. Okay. So usually these members meet at 6 o'clock in the evenings. This meeting will go up to 10 o'clock. The Trumpet Club was in Shire Lane, London. Shire Lane, London Shire Lane ആയിരുന്നു ഈ Trumpet Club ലൊക്കേറ്റ് ചെയ്തിരുന്നത്. ഇവര് 6 മണിക്ക് വൈകുന്നേരം 6 മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 10 മണി വരെ ഈ മീറ്റിംഗ് എക്സ്റ്റെൻഡ് ആയി പോവാറുണ്ട് എന്നാണ് പറയുന്നത്. And apart from reading, the spectator used to listen to the conversation of his companions at the club. Their conversation would be a kind of preparative for sleep. It would take the mind from its abstractions. It would lead him into the familiar traces of thought. It would lull him into tranquility. So, trumpet clubൽ റീഡിങ് അല്ലാതെ ഇവര് സ്വയം ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ സംസാരിച്ചിരിക്കും. സോ ആ സംസാരം എങ്ങനെയാന്ന് വെച്ചാൽ അത് ഭയങ്കര താരാട്ട് പാടുന്ന പോലെയാണ് എന്നാണ് നെറേറ്റർ പറയുന്നത്. കാരണം അത്ര സ്ട്രെസ്ഡ് ആയിട്ടുള്ള വർക്ക് കഴിഞ്ഞ് വരുമ്പോ ഇവരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര റിപ്പറ്റേറ്റീവ് ആയി ഭയങ്കര ബോറിംഗ് ആയിട്ടാണ് ഇവർ സംസാരിക്കുന്നത്. സോ അത് ഓട്ടോമാറ്റിക്കലി ഇദ്ദേഹത്തിന് സ്ലീപ്പിലോട്ട് നയിച്ചു പോവാറുണ്ട് എന്നാണ് പറയുന്നത്. സോ നെക്സ്റ്റ് ഓരോ ക്യാരക്ടേഴ്സിനെ പറ്റിയും അതായത് ഓരോ മെമ്പേഴ്സിനെ പറ്റിയും എക്സ്പ്ലെയിൻ ചെയ്യാണ് നരേറ്റർ ചെയ്യുന്നത്. The first member of the club was Sir Geoffrey Noche. First member is Sir Geoffrey Noche. അദ്ദേഹമാണ് ക്ലബിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് Sir Geoffrey Noche. He was the present foreman of the club. ക്ലബിലെ അപ്പോഴത്തെ ഫോർമാൻ ആയിരുന്നു Sir Geoffrey Noche. And he used to stir the fire with his poker and made it burn brightly. It was a privilege of the oldest member. So, ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് Sir Geoffrey Noche എന്ന് പറഞ്ഞ വ്യക്തി. അദ്ദേഹമാണ് അവിടുത്തെ ഫയർ പ്ലേസിലെ ഫയർ അദ്ദേഹത്തിന്റെ പോക്കർ വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കുന്നത് ഇദ്ദേഹമാണ്. അത് നന്നായി കത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അത് ആ പ്രായം കൂടിയ വ്യക്തിയുടെ ഒരു പ്രിവിലേജ് ആയിട്ടാണ് അദ്ദേഹം കണ്ടിരുന്നത്. ആൻഡ് ഒരു ആൻഷ്യൻ ഫാമിലിയിലെ ഒരു ജെന്റിൽമാൻ ആണ് Sir Geoffrey Noche. And he got the position of ancestral property in a young age. So അദ്ദേഹത്തിന്റെ ancestral property കുടുംബ സ്വത്ത് അദ്ദേഹം വളരെ ചെറുപ്പകാലത്ത് തന്നെ അദ്ദേഹത്തിന് കിട്ടിയിരുന്നു. He spent his wealth in fashionable pursuits like horse racing and cock fighting. cock fighting ലും horse racing ലും ഒക്കെ അദ്ദേഹത്തിന്റെ സമ്പാദ്യം എല്ലാം വളരെയധികം വേസ്റ്റ് ആയി ചിലവാക്കിയിരുന്നു എന്നാണ് പറയുന്നത്. ഇതാണ് Sir Geoffrey Noche പറ്റി എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന characters. He was the oldest member of the club. And the second member ആണ് Major Matchbox. Major Matchbox ആണ് Sir Geoffrey Noche ശേഷം സീനിയർ ആയിട്ടുള്ള മാൻ ആണ് Sir Major Matchbox. അദ്ദേഹം ലാസ്റ്റ് സിവിൽ വാർസിൽ സെർവ് ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം. He was a army man and he had all the battles by heart. അദ്ദേഹത്തിന്റെ മനസ്സുകൊണ്ടാണ് എല്ലാ ബാറ്റിൽസും ചെയ്തത് എന്നാണ് പറയുന്നത്. And he always talked about the fight of Master Moor, the place in which the royalists were defeated. So royalists defeat ചെയ്ത് കഴിഞ്ഞാൽ മാസ്റ്റർ മൂർ എന്ന് പറഞ്ഞ ആ ഒരു ഫൈറ്റിനെ പറ്റി അദ്ദേഹം എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കാറുണ്ടായിരുന്നു. And he would also talk about the insurrection that took place in 1647 when the apprentices, to get their grievances redressed, rushed into the House of Parliament. So 1647 നടന്ന ഇൻസറക്ഷനെ പറ്റിയും എല്ലാം പിന്നെ അതേപോലെ തന്നെ മോസ്റ്റൺ മൂറിലെ ആ ഒരു ഫൈറ്റിനെ പറ്റിയും എല്ലാം അദ്ദേഹം എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കാറുണ്ടായിരുന്നു. കാരണം അദ്ദേഹം ഒരു പാസ്റ്റ് സിവിൽ മാൻ ആണ്, ആർമി മാൻ ആണ്. സോ അതുകൊണ്ട് അദ്ദേഹം ഇതിനെ പറ്റിയെല്ലാം കൂടുതൽ ഡിസ്കസ് ചെയ്യാറുണ്ടായിരുന്നു. ആൻഡ് ദ തേർഡ് മെമ്പർ ആണ് Nick Cryptide. Nick Cryptide ആണ് അവിടുത്തെ തേർഡ് മെമ്പർ. He was a good natured intolerant man. ഭയങ്കര calm and quiet ആയിട്ടുള്ള ഭയങ്കര good natured ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു Nick Cryptide. And he spoke little to himself. So അദ്ദേഹം അധികം സംസാരിക്കാത്ത ടൈപ്പ് ഒരു വ്യക്തിയാണ് Nick Cryptide. And also ഇദ്ദേഹം ചെയ്തതെന്താന്ന് വെച്ചാൽ ബാക്കി എല്ലാവരും സംസാരിക്കുന്ന ജോക്സിന് കൂടുതലും ചിരിക്കുകയാണ് ചെയ്യാറ്. കാരണം അദ്ദേഹം അധികം സംസാരിക്കാറില്ല. And he used to bring his young nephew along with him
who was 18 years old. അദ്ദേഹത്തിന്റെ മരുമകൻ 18 വയസ്സായിട്ടുള്ള ഒരു മരുമകനെ അദ്ദേഹം എപ്പോഴും ആ ക്ലബിലോട്ട് കൂട്ടിയിട്ട് വരാറുണ്ടായിരുന്നു. സോ ഇതാണ് നിക്രപ്റ്റാലിനെ പറ്റി പറയാനുള്ളത്. ആൻഡ് ദ നെക്സ്റ്റ് ഫോർത്ത് മെമ്പർ ആണ് ബെഞ്ചർ. ബെഞ്ചർ who was the greatest wit of the trumpet club. ഏറ്റവും കൂടുതൽ കോമഡി പറയുന്ന ഒരു വ്യക്തിയായിരുന്നു trumpet club. He was the greatest wit of the trumpet club. And he used to visit the ordinaries about charing crows. So charing crows എന്ന് പറഞ്ഞ ഓർഡിനറീസിനെ എല്ലാം അദ്ദേഹം വിസിറ്റ് ചെയ്യാറുണ്ടായിരുന്നു. സോ അതിനെ പറ്റി എല്ലാം കൂടുതൽ സംസാരിക്കാറുണ്ടായിരുന്നു. And he pretended to be intimate with Jack Ogle, a gamester. So Jack Ogle എന്ന് പറഞ്ഞ ഒരു ഗെയിംസ്റ്ററിനോട് കൂടുതൽ ഇന്റിമേറ്റ് ആണെന്ന് അദ്ദേഹം വരുത്തി തീർക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. And he used to quote Hudibras as he memorized the couplets. Hudibras എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി പറയുന്ന ഒരു വാചകങ്ങൾ അങ്ങനെ ഒരു ടൈപ്പാണ് ഹുഡിബ്രാസ് എന്ന് പറഞ്ഞത്. അതെല്ലാം അദ്ദേഹത്തിന് ഓർമ്മയിലുള്ള പോലെ ഇടയ്ക്കിടയ്ക്ക് ഈ ഹുഡിബ്രാസ് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടായിരുന്നു. And he used to shake his head at the dullness of the present age. So ഇപ്പോഴത്തെ പ്രസന്റ് ഏജിലെ ഡൾനെസ്സിനോടെല്ലാം അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. സോ അതുകൊണ്ട് he used to shake his head at the dullness of the present age. And the fifth member ആണ് the spectator. The spectator, he was respected among the members of the club. So spectator അദ്ദേഹത്തിന് എല്ലാവർക്കും ഭയങ്കര റെസ്പെക്ട് ആയിരുന്നു. ആ ക്ലബിലെ എല്ലാവർക്കും ഭയങ്കര റെസ്പെക്ട് ആയിരുന്നു സ്പെക്ടേറ്ററിന്. And he was considered a man of great deal of learning. So ഭയങ്കര വിദ്യാഭ്യാസം ഉള്ള എല്ലാം പഠിക്കാനുള്ള ഒരു ആഗ്രഹമുള്ള ഒരു ടൈപ്പ് വ്യക്തിയായിട്ടാണ് സ്പെക്ടേറ്ററിനെ എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നത്. And the major used to call him a philosopher. So മേജർ ഇദ്ദേഹത്തിന് ഫിലോസഫർ എന്നാണ് വിളിച്ചിരുന്നത്. സോ ഈ ട്രംപറ്റ് ക്ലബ് എന്ന് പറഞ്ഞ ഈ എസ്സേയിലും ഈ ഇവരുടെ ഈ 5 പേരെ പറ്റിയുള്ള ഡിസ്ക്രിപ്ഷൻ മാത്രമാണ് കൂടുതലായിട്ട് പറഞ്ഞിട്ടുള്ളൂ. സോ ഇത് മാത്രമാണ് മെയിൻ ആയിട്ട് ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. And so that's all about the trumpet club also. Yeah. So ഇതാണ് the first unit of Great Place, Roger at the Theatre and the Trumpet Club. Yeah, that's it.